ചടയമംഗലം സ്വദേശി സനലാണ് അമ്മയുടെ സഹോദരിയുടെ മകനെ തീ കൊളുത്തി പൊള്ളലേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 3 മണിയോടെയാണ് അതിക്രമമുണ്ടായത്. 2 വീലർ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് പൊള്ളലേറ്റ കലേഷ്. ബൈക്കിലെത്തിയ സനൽ വാഹനത്തിലെ പെട്രോൾ ഊറ്റിയെടുത്ത് കയ്യിൽ കരുതിയ പന്തത്തിൽ തീ കൊളുത്തി കലേഷിന്റെ ദേഹത്തേക്കെറിഞ്ഞു. പരിഭ്രാന്തിയിൽ റോഡിലൂടെ ഓടിയ കലേഷിനെ സമീപവാസികൾ ചേർന്ന് തീയണച്ച് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഒരു പയ്യൻ തീ കത്തി അങ്ങോട്ട് ഓടിയാത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആരെന്ന് ഏവരെന്നും അറിയാൻ വയ്യാതെ ഞാനും അങ്ങോട്ട് കൂടെ ചെന്നപ്പോഴത്തേക്കാണ് അവൻ തുണിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ തീ മൊത്തത്തിൽ അണഞ്ഞു. എല്ലാവരും കൂടെ എങ്ങനെയോ അണച്ച് നമ്മൾ തീ തറയിൽ കിടന്ന് ഉരുണ്ട് തീ അണക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ ദേഹത്തെ തുണിയെല്ലാം വീണ്ടും. ഏറെക്കാലമായി 2 യുവാക്കളും ഒരേ വീട്ടിലായിരുന്നു താമസം. ഈ അടുത്താണ് ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളും തുടങ്ങിയത്. ഒരിക്കൽ 2 പേരും പരസ്പരം ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് പരാതികളിൽ പോലീസ് ഇരുകൂട്ടർക്കുമെതിരെ കേസുമെടുത്തതാണ്. അതിക്രമമുണ്ടായ ദിവസവും മറ്റൊരു പരാതിയിൽ സനലിനെ പോലീസ് വിളിപ്പിച്ചു. ഇതിന് കാരണമായത് കലേഷാണെന്ന് കരുതിയാണ് സനൽ ആക്രമണം നടത്തിയത്. കൊല്ലം റൂറൽ SP സാബു മാത്യു ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പ്രതിയെ ആക്രമണമുണ്ടായ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. സനലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.